ചില സമയത്ത് നമ്മുടെ ശരീരവും ഒരുമിച്ച് അങ്ങ് സംഗമിക്കുകയാണ് പ്രശ്നം. ഈ കുപ്പി കഴുകാൻ ഏറ്റവും നല്ല സംഭവമാണ്. അരി ഇട്ടിട്ട് എങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് കുലുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ പൂപ്പലൊക്കെ പെട്ടെന്ന് പോകും. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ നിപിത. അപ്പോൾ കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഞാൻ ഇടാറില്ല, കാരണം എനിക്ക് നല്ല മടിയാണ്. പിന്നെ മടി മാത്രമല്ല, ഞാൻ ലോങ് വീഡിയോസ് എടുത്ത് വെക്കും. അതായത് ഞാനിങ്ങനെ ഓരോ ക്ലിപ്സ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് വെക്കും. അത് ഞാൻ ഓൺ വോയിസ് ആയിരിക്കില്ല എടുത്തിട്ടുണ്ടാവും, അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാം എന്നുള്ള രീതിയിലായിരിക്കും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഫോണിൽ സ്റ്റോറേജ് ഇല്ലാണ്ടാകുമ്പോൾ ഞാൻ ആ ലോങ് വീഡിയോസിൻ്റെ ആ വീഡിയോസ് എല്ലാം അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും. അതാണ് സത്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ചില സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരുമിച്ച് അങ്ങ് സംഗമിക്കില്ല. അതുകൊണ്ട് ചില സമയത്ത് എനിക്ക് എടുക്കാനും തോന്നില്ല. അതൊക്കെയാണ് പ്രശ്നങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ ഓൺ വോയിസ് വീഡിയോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെ വണ്ടികളുടെ സൗണ്ട്, പട്ടി കുരയ്ക്കുന്ന സൗണ്ട് ഇപ്പോൾ തന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അപ്പുറത്തൊരു വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട്. മെയിൻലി ഇവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്, അപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ പോകുന്ന സൗണ്ട്, എല്ലാ സൗണ്ടും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം കൂടെ വരും. ഇപ്പോൾ ഇത്ര നേരം ഞാൻ കുറേ ഇൻട്രോ ആയി എടുത്തു, പക്ഷെ ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി എടുക്കണ്ട, ചെയ്യണ്ട, അങ്ങനെ വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് വെച്ചാൽ ഞാൻ എന്തൊന്നാലും കുഴപ്പമില്ല, അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടങ്ങിയതാണ്. സോ ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. ഞാൻ കുറേ നാളായിട്ട് ഈ ഹോം വ്ളോഗുകളൊന്നും ഇടാറില്ല. ഞാൻ കുറച്ച് ദിവസം മുന്നേ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് തന്നെ തോന്നി, വാവ് സൂപ്പറായിട്ടുണ്ടല്ലോ, നല്ലപോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ എനിക്ക് ഇടയ്ക്ക് കമൻസും വരുന്നുണ്ട് നല്ല വീഡിയോസാന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതും കൂടെ മാനിച്ച് ഞാൻ ലോങ് വീഡിയോസ് ഇട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു. പിന്നെ ചില ആൾക്കാർ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചില ആൾക്കാരല്ല, 1-2 കമൻറ്റ് ഞാൻ കണ്ടു. ട്രിവാൻഡ്രം മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്, വീഡിയോസ് ഇടണം, ട്രിവാൻഡ്രം മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ട്രിവാൻഡ്രം അല്ലല്ലോ, അതാണ് ഞാൻ ആലോചിച്ചത്. മേ ബി എൻ്റെ ഈ സ്ലാങ് ആയിട്ടൊരു ട്രിവാൻഡ്രം ആയിട്ട് തോന്നുന്നുണ്ടോ എന്തോ, അറിയില്ല. പക്ഷെ എൻ്റെ നാട് തൃശ്ശൂരാണ് കേട്ടോ. ഞാനിപ്പോൾ സെറ്റിലായിട്ടുള്ളത് എറണാകുളത്താണ്. എന്നിട്ടും എന്താണ് അങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ എൻ്റെ മോസ്റ്റ് ഓഫ് ദ ഫ്രണ്ട്സ് ട്രിവാൻഡ്രം ആ ഒരു സൈഡാണ്. അപ്പോൾ അവരോടാണല്ലോ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്ലാങ് കയറി വന്ന് എന്നെ സ്വാധീനിച്ചതാണോ എന്ന് എനിക്കറിയില്ല. സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് അധികം അങ്ങനെ സംസാരിച്ച് സമയം കളയണം, നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല, അപ്പോൾ ലഞ്ച് കഴിക്കണം, അല്ലെങ്കിൽ ഞാൻ തലകറങ്ങി വീഴും. ഓൾറെഡി എനിക്ക് അയൺ ഡെഫിഷ്യൻസി ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് പൊക്കത്ത് കയറിയുള്ള ക്ലീനിങ് ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കുറച്ച് നീക്കി വെച്ചത്. പക്ഷെ എനിക്ക് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു മെൻ്റലി കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ വയ്യായികളൊക്കെ ടോട്ടലി മാറാൻ ഞാൻ നിൽക്കുന്നില്ല, കാരണം എനിക്ക് എപ്പോഴും വീട് ക്ലീൻ ആയിട്ട് കിടക്കണം. സോ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് നമ്മുടെ പണിയിലോട്ട് കിടക്കാം. അപ്പം ഇന്ന് ലഞ്ചിന് ചോറാണ് കേട്ടോ. ചോറ്, പയറുപ്പേരി, തക്കാളി ചമ്മന്തി, പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു മാങ്ങച്ചാറ്, ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഒരു മുട്ട പുഴുങ്ങിയത്. പയറുപ്പേരിയിൽ ഞാൻ നാളികേരൊക്കെ ചിരകി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് കൊതിയാവുന്നു, അതുകൊണ്ട് പെട്ടെന്ന് പോയി കഴിക്കാം. അച്ചാർ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ്. സോ എൻ്റെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന പാത്രങ്ങളാണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാം നല്ല രീതിക്കാണല്ലോ ഇരിക്കുന്നതെന്ന്, പിന്നെ എന്തിനാ അങ്ങനെ ക്ലീൻ ആക്കുന്നത്. പക്ഷെ അല്ല, നല്ല പൊടിയും മാറാലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് മുകളിലൊന്നും ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുക്ക് ചെയ്യുന്ന സൈഡിലത്തെ വിൻഡോ ഓൾസോ നല്ല ഡേർട്ടി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെയിലി കുക്ക് ചെയ്യുമ്പോൾ തെറിക്കുന്ന ഓയിൽ, പിന്നെ കറികളുടെ എന്തെങ്കിലും സ്റ്റെയിനോ കാര്യങ്ങളൊക്കെ അവിടെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. നമ്മൾ ഡെയിലി ക്ലീൻ ആക്കുമ്പോൾ എന്തായാലും നമ്മൾ ഉരച്ചൊന്നും കഴിവില്ല, അപ്പോൾ അതൊന്നും അങ്ങനെ പോകാൻ ചാൻസ് ഇല്ല. നമ്മൾ എത്ര ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇടയ്ക്ക് ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ് നല്ലതാണ് കേട്ടോ. സോ നമുക്ക് ആദ്യം തന്നെ ഇന്നലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ കിച്ചണിൽ വെച്ചിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മുകളിൽ മാറാലൊക്കെ അടിക്കുമ്പോൾ അതിൽ പൊടിയിട്ട് പിന്നെ നമ്മൾ ഇതും കൂടെ ഒന്നും കൂടെ ക്ലീൻ ആക്കാം. നമ്മൾ ആദ്യമേ ഇവിടെ നിന്ന് മാറ്റി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുപോയിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടയ്ക്കേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ. കുറച്ച് പാത്രങ്ങൾ കഴുകേണ്ട, അത് കഴുകി നമുക്ക് വെക്കാം. അതാണ് നമുക്ക് അവസാനം ഇത് കഴുകേണ്ട ആവശ്യം വരില്ല.
ക്ലീൻ ആക്കുന്ന തുണി ഇടയ്ക്ക് കഴുകണം. ഓക്കെ, കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകി വെള്ളം വാലാനായിട്ട് വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഈ ഒരു സ്റ്റാൻഡ് മാത്രം ഞാൻ വേറൊരു തുണി വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. കാരണം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നല്ല അഴുക്കും പൊടിയാണല്ലോ. അവിടെയൊക്കെ തുടച്ച ആ തുണി കൊണ്ട് തന്നെ പാത്രങ്ങൾ കഴുകി വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡ് തുടയ്ക്കുമ്പോൾ എനിക്ക് അത്ര തൃപ്തി വരില്ല. അങ്ങനെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും അതിൻ്റെ മുകളിലോട്ടുള്ള ക്ലീനിങ് കഴിഞ്ഞ് ഇനി താഴെ ഒരു ഷെൽഫുണ്ട്, അതും കൂടെ ക്ലീൻ ആക്കാനുണ്ട്. ആ ഷെൽഫിൻ്റെ ഉള്ളിൽ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് ക്ലീൻ ആക്കണം. പക്ഷേ എനിക്കതൊന്നും ക്ലീൻ ആക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ നല്ല ഹീറ്റ് ആവുകയും ചെയ്തു, പിന്നെ സ്റ്റോറേജ് ഫുള്ളാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പോയിട്ട് ഫോൺ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് നേരെ പോയി കുളിച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്റ്റോറേജ് ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ക്ലിപ്പൊക്കെ എടുത്തത്. 1-2 ക്ലിപ്പ് എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അപ്പോഴത്തേനും സ്റ്റോറേജ് പിന്നെയും ഫുള്ളായി. ഈ ഒരു സമയപ്പോഴത്തേനും പുറത്ത് നല്ല മഴ ഇടിവെട്ടും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അധികം നേരം ഫോൺ വെച്ച് കളിക്കാൻ നിന്നില്ല. ഈ ക്ലീൻ ആക്കിയ വീഡിയോസ് മാത്രം ഒന്ന് എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാം നാളെ എടുക്കാന്ന് വെച്ചു കേട്ടോ. മോർണിംഗിൽ ആക്ച്വലി കിച്ചൺ കാണാൻ എങ്ങനെയാണ് ഇരിക്കണേ. ഇന്നലെ വരേക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഇന്നലെ ഇവിടെ മഴ, ഇടിവെട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നു.
ആ ചെടികളൊക്കെ ഞാൻ ആ വിൻഡോൻ്റെ അവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു ഇനി അത് അവിടെ വെക്കണ്ട. അവിടെ വെക്കുമ്പോൾ ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ, നമ്മൾ ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടല്ലേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി ഇവരിവിടെ ഇരുന്നോട്ടെ. ഈ അരി എന്തിനാ എടുത്തേക്കണമെന്ന് അറിയുമോ? ഈ കുപ്പി കഴുകാൻ ഏറ്റവും നല്ല സംഭവമാണ് അരി. കുപ്പിയിലത്തെ അഴുക്ക് പെട്ടെന്ന് അരി ഇട്ടിട്ട് എങ്ങനെ നമ്മൾ വെള്ളമൊഴിച്ച് കുലുക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിലത്തെ പൂപ്പലൊക്കെ പെട്ടെന്ന് പോകും. കണ്ടോ, കുപ്പിയൊക്കെ നല്ല ക്ലീനായി. വിൻഡോസൊക്കെ കണ്ടോ, നല്ല ക്ലീനായി. പിന്നെ നമ്മുടെ പെട്ടികളൊക്കെ മുകളിൽ നല്ല അടക്കി പറക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഈ ഷെൽഫ് ഇന്നലെ ഒതുക്കിയായിരുന്നു, ഈ ഷെൽഫ് ഇന്നലെ ഒതുക്കിയായിരുന്നു, ഇതിനുള്ളൊക്കെ ഒതുക്കിയായിരുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.